ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു DIY എക്സ്പെരിമെൻ്റാണ്. ഇത് ഒരു ബ്ലൂടൂത്ത് മോഡൽ ഉപയോഗിച്ചാണ്. നിങ്ങളത് പലരും ഇത് കണ്ടിട്ടുണ്ടാവും. ഇത് ഉപയോഗിച്ച് നിങ്ങളും പല എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് ആക്ച്വലി ഒരു USB പവേർഡ് ബ്ലൂടൂത്ത് മോഡലാണ്. ഇത് ഒരു ഒട്ടുമിക്ക ആൾക്കാരും മേടിക്കുന്നത് ഇപ്പോൾ കാറിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു നമ്മളുടെ സാധാ തം ഡ്രൈവൊക്കെ പോലെ തന്നെ ഒരു USB പവേർഡ് ബ്ലൂടൂത്ത് മോഡൽ. അതായത് നമ്മളിത് USB പോർട്ട് പ്ലഗ് ചെയ്തേക്കാം. അതായത് നമ്മളുടെ മെഷീൻ്റെ USB പോർട്ടാകാം, വേണമെങ്കിൽ നമ്മളുടെ കാർ ചാർജിങ് പോർട്ട് USB പോർട്ടാകാം. അതിൽ പ്ലഗ് ചെയ്യുമ്പോൾ ഈ ബ്ലൂടൂത്ത് എനേബിൾ ആകും. അപ്പോൾ ഇതിനെ നമുക്ക് ഫോൺ ഡിറ്റക്ട് ചെയ്യാം. നമ്മളുടെ ഫോൺ സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് 3.5 ജാക്ക് ഉണ്ട്. ഈ 3.5 ജാക്കിൽ ഈ ഒരു കേബിൾ എത്തി കഴിഞ്ഞാൽ 3.5 മെയിൽ പിന്നുള്ള കേബിളാണ്. ഇത് നമുക്ക് ഓക്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റം ഈ ബ്ലൂടൂത്ത് വഴി സിങ്കായി നമുക്ക് മൊബൈൽ വഴി നമുക്ക് സിങ്ക് ചെയ്യാം. അതാണ് മെയിൻ ഒരു ഇത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ USB പ്ലഗ് ചെയ്താലേ ഇതിന് പവർ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു USB പവേർഡ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതെടുത്ത് മാറ്റി നമ്മളൊരു പവർ സപ്ലൈ സെറ്റ് ചെയ്യുക. അത് നമുക്ക് പോർട്ടബിളായിട്ട് ഉപയോഗിക്കാം. അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിനായി വേണ്ടത് ആദ്യം തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു USB പവേർഡ് ബ്ലൂടൂത്ത് മോഡ്യൂൾ, പിന്നീട് നമ്മൾ ഇതിൻ്റെ പവർ സപ്ലൈ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 800 mAh. ഇതൊരു റീചാർജബിൾ ബാറ്ററിയാണ്, ലിഥിയം പോളിമർ, 800 mAh ആണ്. ഇത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ചാർജിങ് മോഡ്യൂൾ, പവർ സപ്ലൈ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മളുടെ മൈക്രോ USB ചാർജർ കുത്താം. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ശരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാം B+, B- ബാറ്ററി ഇൻ. അപ്പോൾ ബാറ്ററി ലൈൻസ് ഇവിടെ കൊടുക്കാം. നമുക്ക് ഔട്ട്പുട്ട് രണ്ടും ഇവിടെ നിന്ന് എടുക്കാം. ഞാനൊരു ഓൺ ഓഫ് സ്വിച്ചും സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു ഓൺ ഓഫ് സ്വിച്ച്. ഈ ഒരു മൊത്തം ഒരു യൂണിറ്റിന് നമ്മളുടെ അതായത് ഇതൊരു പോക്കറ്റ് പെർഫ്യൂമാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന കുറേ പോക്കറ്റ് പെർഫ്യൂംസ് ഉണ്ട്. അതിലൊരു പോക്കറ്റ് പെർഫ്യൂമാണ്. ഈ ഒരു കേസിലാണ് ഞാൻ ഇത് എൻകേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ചെറിയ സ്ക്രൂസ്, അതായത് ചെറിയത്
ഞാൻ കാണിച്ചു തരാം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുകയാണെന്ന്. എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3.5 ജാക്കും ചാർജർ മൈക്രോ USB ചാർജറും പ്ലഗ് ചെയ്യുമ്പോൾ ഇതെല്ലാം അകത്ത് കിടന്ന് ഷെയ്ക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതാദ്യമേ തന്നെ ഫിറ്റ് ചെയ്തിരിക്കണം. അതിനുവേണ്ടി ഞാൻ 2 സ്ക്രൂ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ പഴയ USB മോഡം അങ്ങനത്തെ ഉണ്ടാവുമല്ലോ നമ്മളുടെ പഴയ, അതിൽ നിന്നെല്ലാം നമുക്ക് ഇവിടെ സ്ക്രൂസ് ഉണ്ട്. ആ സ്ക്രൂസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിൽ നിന്നെല്ലാം ഉപയോഗിച്ച് ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതായത് ഇങ്ങനെ ഒട്ടിക്കുന്നതിന് പകരം ഇത് സ്ക്രൂ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമുക്കിത് ചെയ്യാം. എന്തെങ്കിലും ബാറ്ററി റീപ്ലേസോ ബോർഡിന് എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിലോ നമുക്ക് ഈ സ്ക്രൂ അഴിച്ചിട്ട് ഇത് മാറ്റാം. അതിന് വേണ്ടി ഈ ഒരു പീസ് നമുക്കിത് ഉറപ്പിക്കാൻ വേണ്ടി എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 2 വുഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. സാധാ വരുന്ന നോർമൽ ഒരു വുഡ് പീസാണ് ഈ വുഡ് പീസ്. ഇങ്ങനെ ഞാനൊരു തെർമോക്കോൾ വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ഇത് പ്രസ് ചെയ്ത് പിടിക്കുക. തെർമോക്കോൾ യൂസ് ചെയ്ത് ഒരു ഹോളിട്ട് ഓക്കെ നമ്മൾ 2 സ്ഥലത്തും സ്ക്രൂ ചെയ്ത് വുഡ് പീസ് പിടിപ്പിച്ചു. ഇനി നമ്മളുടെ ഇത് ഇങ്ങനെ മൂടാം. അതനുസരിച്ച് നമുക്ക് ഇതിൽ നിന്നുള്ള സ്ക്രൂസ് അതിൻ്റെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ മാർക്ക് ചെയ്തതനുസരിച്ച് നമ്മൾ ആ ക്യാപ്പിൻ്റെ 2 സൈഡിലും സ്ക്രൂ എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു നമ്മളുടെ പഴയ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അതിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുക. ഞാനിത് ഇതാണ് നമ്മളുടെ വിഡ്ത്ത് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഒരു ബേസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ ബാറ്ററി പിന്നെ ബാക്കി സർക്യൂട്ട്സ് എല്ലാം ഈ ഒരു ബേസിൽ ഒട്ടിച്ചിട്ട് ഈ ഒരു ട്രേ പോലെ നമുക്ക് അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാൻ പറ്റണം. അപ്പോൾ അതിനായി ഈ ഒരു ഷേപ്പാണ് ഞാൻ കട്ട് ചെയ്തത്. കാരണം ഈ ഒരു ഷേപ്പ് എക്സ്റ്റെൻഡ് എടുക്കാൻ കാരണം ഇത് ഇവിടെ സെറ്റ് ചെയ്ത് കാരണം ഒരിത്തിരി പ്രൊജക്റ്റ് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പല USB പോർട്ടുകളായാൽ തന്നെ മൈക്രോ USB ആയാൽ തന്നെ ഈ ഒരു ഇത്രയും പോർഷൻ നമുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് തള്ളി നിൽക്കണം, എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് പ്ലഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ ഇപ്പോൾ 2 ചെറിയ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ PCBയുടെ ഈ പൊസിഷനിലോട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച്. ഇത് ഇൻപുട്ട് പ്ലസ് മൈനസ് ആണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഇപ്പോൾ മൈക്രോ USB വഴി ഇൻപുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 പോർട്ട് ഉപയോഗിക്കുകയാണ് ശരിക്കും. പിന്നെ നമ്മളുടെ പ്ലാസ്റ്റിക് കേസിങ് ആയതുകൊണ്ട് ഷോർട്ട് ആകുന്ന പ്രശ്നമില്ല. കാരണം ഇതിപ്പോൾ ശരിക്കും ഈ 2 സ്ക്രൂവും ടെർമിനൽസായി പ്ലസും മൈനസും ആയി. പക്ഷെ നമ്മളിത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഷോർട്ട് ആകുന്ന പ്രശ്നങ്ങളില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു മെറ്റൽ കേസിങ് ആണെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഇവിടെ 2 സ്ക്രൂ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 സ്ക്രൂ ചെയ്ത് അതായത് ഈ ഒരു നമ്മളുടെ ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ കറക്റ്റ് ഇവിടെ ഇപ്പോൾ നമ്മൾ പ്ലഗ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ 2 സ്ക്രൂ ചെയ്ത് വലിപ്പിച്ച് അപ്പോൾ നല്ലൊരു ഫേമായിട്ടിരുന്നോളൂ അവിടെ. ബാറ്ററി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പീസ് അകത്തോട്ട് പോകും. അപ്പോൾ ഏകദേശം ഇങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ സ്വിച്ച് ഈ സർക്യൂട്ടോട് കണക്ട് ചെയ്യാം. അതിനായിട്ട് സ്വിച്ചിൻ്റെ ഒരു പോർട്ട് നമ്മൾ ഇതിൻ്റെ അതായത് USB-യുടെ നെഗറ്റീവ് പോർട്ട് അതായത് ഗ്രൗണ്ട് പോർട്ടിൽ കണക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ മറ്റേ വയർ നമ്മളുടെ ചാർജിങ് മോഡിൽ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ തന്നെ അതായത് സ്വിച്ച് ഓൺ സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ പവർ കിട്ടി, ബ്ലൂടൂത്ത് മോഡ്യൂളിൽ പവർ കിട്ടി, അത് എനേബിളായി. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ഓഫ് ആവും. ഓണാകുമ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.
നമുക്കിനി ഈ സർക്യൂട്ട് ഈ ഒരു കേസിനകത്താക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ വുഡ് പീസ് രണ്ടെണ്ണം ഊരി മാറ്റണം. കാരണം ഇത്രയും ബാറ്ററിക്ക് ഇത്രയും വെട്ടുള്ളതുകൊണ്ട് നമ്മളതനുസരിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഊരി മാറ്റിയിട്ട് ഇത് ഓൾറെഡി ഈ സർക്യൂട്ട് അകത്ത് വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം PCBയിൽ ഒരു അധികം ബലം പ്രയോഗിക്കരുത്. വേറെ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളുടെ കേസിൻ്റെ ക്യാപ്പ്, അതായത് ക്യാപ്പിൽ നമ്മൾ ഇങ്ങനെ രണ്ട് ഹോളിട്ട്, അതായത് ചാർജിങ്ങിനും ഹെഡ്സെറ്റ് 3.5 ജാക്കിനും വേണ്ടി നമ്മളിങ്ങനെ ഹോളിട്ട് കറക്റ്റായിട്ട് മെഷർമെൻ്റ് എല്ലാം പ്രോപ്പറായിട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ആ വുഡ് പീസ് എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്ത് വുഡ് പീസിൻ്റെ ഓൾറെഡി ഉള്ള ഹോളിൽ നമ്മൾക്ക് ഈ ക്യാപ്പിൻ്റെ സ്ക്രൂ നമുക്കിങ്ങനെ തിരിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ വുഡ് പീസ് ആദ്യം സൈഡിൽ നിന്നുള്ള ഹോളിൽ സ്ക്രൂ വെച്ച് സെറ്റ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഈ ഒരു ക്യാപ്പും നമുക്കിങ്ങനെ ഫിറ്റ് ചെയ്യാം.